വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലും സ്വയം പ്രതിരോധിക്കാനുള്ള സന്നദ്ധതയും സൈനിക ശക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായ സന്ദേശം നൽകുകയാണ്. റഷ്യയിൽ നിന്ന് Su-35 യുദ്ധവിമാനങ്ങൾ ഇറാൻ വാങ്ങിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2 വിമാനങ്ങളും ഇതിനകം റഷ്യയിൽ നിന്നും ഇറാനിൽ എത്തിച്ചിട്ടുണ്ട്. 48 കൂടി ഉടൻ വിതരണം ചെയ്യും. അതേസമയം ഷാഹദ് 149 ഗാസ ഡ്രോൺ, ഗാദർ 380 കപ്പൽ വിരുദ്ധ മിസൈൽ, മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, എറ്റമാഡ് എന്നിവയുൾപ്പെടെയുള്ള പുതിയ ആയുധ സംവിധാനങ്ങളും ഇറാൻ പുറത്തിറക്കി. ട്രംപും നെതന്യാഹുവും ഇറാനെ ഉന്മൂലനം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ ഇറാൻ വലിയ തോതിലുള്ള സൈനികാഭ്യാസവും ലൈവ് ഫയർ അഭ്യാസങ്ങളും നടത്തുകയാണ്. ഇറാന്റെ സൈനിക ആയുധശേഖരത്തിലെ പുതിയ കൂട്ടിച്ചേർക്കലുകൾ സൈനിക പ്രതിരോധശേഷിയിലെ പ്രധാന നവീകരണമായി കണക്കാക്കപ്പെടുന്നു. ഇറാന്റെ സൈനികശേഷി അടിച്ചമർത്താനും ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ നീക്കം. ഇറാന്റെ സൈനിക ശക്തി എന്താണെന്ന് കാണിക്കുന്നതിനായി വലിയ തോതിലുള്ള സൈനികാഭ്യാസങ്ങളും ലൈവ് ഫയർ അഭ്യാസങ്ങളും ഇറാൻ നടത്തി. അവയിൽ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ടുള്ള പരീക്ഷണവും ഉൾപ്പെടുന്നു. US-നും ഇസ്രായേലിനുമെതിരായ ശക്തി പ്രകടനമായാണ് ഈ അഭ്യാസങ്ങളെ കാണേണ്ടത്. ഏത് ഭീഷണികൾക്കെതിരെയും രാജ്യത്തെ പ്രതിരോധിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ സൈനിക നേതാക്കൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ട്രംപും നെതന്യാഹുവും ഉയർത്തുന്ന ഭീഷണികൾക്കുള്ള നേരിട്ടുള്ള പ്രതികരണമായാണ് ഇറാന്റെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നത്. ആണവ പദ്ധതി വികസിപ്പിക്കുന്നത് തുടർന്നാൽ ഇറാൻ നശിപ്പിക്കപ്പെടുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ആവശ്യമെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഭീഷണികൾക്ക് മുന്നിൽ ഭയന്ന് പിന്നോട്ടില്ലെന്നാണ് ഇറാന്റെ സൈനിക നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഏത് ആക്രമണത്തിനെതിരെയും സ്വയം പ്രതിരോധിക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രകടനമായാണ് രാജ്യത്തിന്റെ സൈനികാഭ്യാസങ്ങളും ആയുധ അനാച്ഛാദനങ്ങളെയും കാണേണ്ടത്. ഇറാനും US-ഉം ഇസ്രായേലും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ മേഖലയിൽ വലിയൊരു സൈനിക സംഘർഷത്തിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയാണ്. എന്നിരുന്നാലും ഇറാന്റെ സൈനിക നേതാക്കൾ ഒരു ശത്രുതയ്ക്കും തുടക്കമിടില്ലെന്നും ആക്രമിച്ചാൽ സ്വയം പ്രതിരോധിക്കുമെന്നും ഇറാൻ അറിയിച്ചു. ഏതു ഭീഷണികൾക്കെതിരെയും സ്വയം പ്രതിരോധിക്കാൻ ഇറാൻ സജ്ജമാണെന്ന കാര്യം വ്യക്തമാണ്. ഇറാൻ റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അടുത്തിടെയാണ് ഒരു യുദ്ധക്കപ്പലിൽ നിന്ന് ഇറാൻ ഒരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതും കൃത്യതയോടെ അവ ലക്ഷ്യത്തിലെത്തിയതും. ഇറാന്റെ സൈനികശേഷി എന്താണെന്നും ഏത് ഭീഷണികൾക്കെതിരെയും സ്വയം പ്രതിരോധിക്കാനുള്ള അതിന്റെ കഴിവിന്റെയും പ്രകടനമായാണ് ഈ സൈനികാഭ്യാസത്തെ കാണേണ്ടത്. ഇറാനും US-ഉം ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അസ്ഥിരമായി തുടരുന്നതിനാൽ സംഘർഷങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ സ്വയം പ്രതിരോധിക്കാൻ തയ്യാറാണ്. ആക്രമണത്തിനു മുന്നിൽ പിന്നോട്ടു പോകില്ല. ഇറാനും US-ഉം തമ്മിലുള്ള യുദ്ധം മേഖലയിലെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും മാനവികതയ്ക്കും മൊത്തത്തിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ചൈന, റഷ്യ തുടങ്ങിയ മറ്റു വൻ ശക്തികളെ ആകർഷിക്കുകയും വിശാലമായ ഒരു ആഗോള സംഘർഷത്തിലേക്ക് യുദ്ധം നയിക്കപ്പെടുകയും ചെയ്യും. ആഗോള എണ്ണ വിതരണത്തെയായിരിക്കും കൂടുതൽ ഇവ ബാധിക്കുക. എണ്ണവില കുതിച്ചുയരാൻ ഇടയാക്കുന്നതിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രതിസന്ധികൾ നേരിടും. ജലപാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാരപാതകൾ തടസ്സപ്പെടുന്നതിലൂടെ ആഗോള വ്യാപാരത്തെയും വാണിജ്യത്തെയും യുദ്ധം കാര്യമായി ബാധിക്കും. ഇതിനെല്ലാം പുറമെ പ്രത്യേകം എടുത്തു പറയേണ്ടുന്നത് ദശലക്ഷക്കണക്കിന് ഇറാനികൾ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയാണ്. പീഡനം, തടങ്കൽ, കൊലപാതകങ്ങൾ എന്നിവയുൾപ്പെടെ ഇരുപക്ഷവും മനുഷ്യാവകാശ ലംഘനങ്ങളും നടത്തിയേക്കാം. ഇത്തരമൊരു സംഘർഷം തടയാൻ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ.